നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാന്തസമുദ്രത്തിൽ അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൽ നിനോ പ്രതിഭാസം അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായി രാജ്യാന്തര കാലാവസ്ഥ നിരീക്ഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന ഈ കാലാവസ്ഥ മാറ്റം അത് വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ പോകുന്നത്. 2026 രണ്ടാം പകുതിയോടെയും 2027 തുടക്കത്തിലും ഇത് ഏറ്റവും ശക്തമായ ഘട്ടത്തിലെത്താൻ 90% സാധ്യതയുണ്ടെന്നാണ് പുതിയ മുന്നറിയിപ്പ്. സമുദ്രോപരിതലത്തിലെ താപനില വർദ്ധിക്കുന്നതും കാറ്റിന്റെ ഗതി ഉണ്ടാകുന്ന മാറ്റങ്ങളും ആഗോള കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചേക്കാം. US അന്തരീക്ഷ സമുദ്ര നിരീക്ഷണ ഏജൻസിയായ NOAA പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം മധ്യകിഴക്കൻ ശാന്ത സമുദ്രത്തിലെ ജലതാപനില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചില മേഖലകളിൽ സമുദ്രോപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിലധികം വർദ്ധിച്ചതായി ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കും ഈ താപതരംഗം വ്യാപിക്കുന്നത് വരും മാസങ്ങളിൽ എൽ നിനോ പ്രതിഭാസത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ഇന്ധനമാകുന്നുണ്ട്. ആഗോള കാലാവസ്ഥയിൽ പ്രതിഫലിക്കുന്ന മാറ്റങ്ങൾ ശാന്തസമുദ്ര മേഖലയിൽ എൽ നിനോയുടെ സ്വാധീനം വ്യക്തമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മധ്യകിഴക്കൻ ശാന്തസമുദ്രത്തിൽ മഴയുടെ അളവ് കുത്തനെ കൂടിയപ്പോൾ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വരണ്ട കാലാവസ്ഥയും മഴക്കുറവും അനുഭവപ്പെടാൻ തുടങ്ങി. അയന മേഖലയിലെ വായുപ്രവാഹത്തിൽ ഉണ്ടായ വ്യതിയാനങ്ങൾ എൽ നിനോ ശക്തമാകുന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ശാസ്ത്രീയ മോഡലുകൾ സൂചിപ്പിക്കുന്നത് 2026 അവസാനത്തോടെ ഈ പ്രതിഭാസം അതിന്റെ പരമാവധി ശക്തി പ്രാപിക്കുമെന്നാണ്. 1950 ആധുനിക കാലാവസ്ഥാ നിരീക്ഷണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസങ്ങളിൽ ഒന്നായി ഇത് മാറിയേക്കാം. അതിതീവ്രമായ എൽ നിനോ ആയി ഇത് മാറാൻ 69% സാധ്യതയുണ്ടെന്നും NOAA തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മധ്യകിഴക്കൻ ശാന്തസമുദ്രത്തിലെ ഉപരിതലം ജലം സാധാരണയേക്കാൾ ചൂടാകുന്ന സ്വാഭാവിക കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. സമുദ്രത്തിലുണ്ടാകുന്ന ഈ മാറ്റം ആഗോളതലത്തിൽ അന്തരീക്ഷ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത വരൾച്ച, അസാധാരണമായ ഉഷ്ണതരംഗം, താപനില വർധനവ്, ചുഴലിക്കാറ്റുകൾ, പ്രളയം തുടങ്ങിയവയ്ക്ക് ഇത് വഴിവെക്കാറുണ്ട്. എൽ നിനോയുടെ ശക്തി വർദ്ധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ സാധ്യത കൂട്ടുമെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഇത് ഒരേ രീതിയിലാകില്ല ബാധിക്കുക എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ആഗോള പ്രതിഭാസങ്ങൾ ശക്തമാണെങ്കിലും അതത് പ്രദേശങ്ങളിലെ പ്രാദേശിക അന്തരീക്ഷ സ്ഥിതി അനുസരിച്ച് മഴയുടെ താപനിലയുടെയും അളവിൽ മാറ്റങ്ങൾ വരാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എൽ നിനോയുടെ പുരോഗതിയെ വളരെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ പ്രതികൂലമായി ബാധിക്കാൻ എൽ നിനോയ്ക്ക് സാധിക്കുമെന്നതാണ് ഇതിൽ പ്രധാന കാരണം. ഇത് കാർഷിക മേഖലയെയും കുടിവെള്ള ലഭ്യതയെയും ബാധിച്ചേക്കാം. ശാന്തസമുദ്രത്തിലെ ജലതാപനിലയും കാറ്റിന്റെ വേഗതയും തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതിഭാസത്തിന്റെ യഥാർത്ഥ തീവ്രത വ്യക്തമാക്കുന്ന കൂടുതൽ വ്യത്യസ്ത വിവരങ്ങൾ സെപ്റ്റംബർ മാസത്തോടെ പുറത്തുവിടുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ അറിയിച്ചു. അരുണാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 4 പേർ മരിക്കുകയും 2 സൈനിക ഷെൽട്ടറുകൾ ഒഴുക്കിൽപ്പെട്ട് 5 സൈനികരെ കാണാതാവുകയും ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലി ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും അപ്പർ സുബാൻസിരി ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിലുമാണ് വൻ ദുരന്തം സംഭവിച്ചത്. റോഡ് നിർമ്മാണ സൈറ്റിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് 4 പേർ മരിച്ചത്. വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് നിരവധി തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിൽ തഡു ബക്കി, താജി റായ്, മാർക്കോഷ് ബസു മധാരി, ബാബുൽ അലി എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ടെന്നും ജില്ലാ ദുരന്ത നിവാരണ ഓഫീസർ വ്യക്തമാക്കി. അപകടത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. നച്ചോ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ദാബോരി ജോയിൽ നിന്നുള്ള ഫയർ ആൻഡ് എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ പ്രത്യേക സംഘത്തെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദിബാംഗ് വാലി ജില്ലയിലെ പസുബാനി ആർമി ക്യാമ്പിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടായ കനത്ത മഴയും മിന്നൽ പ്രളയവുമാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. 5ാം ഗ്രനേഡിയറുടെ 2 ഷെൽട്ടറുകൾ പ്രളയത്തിൽ പൂർണ്ണമായും ഒഴുക്കുവെള്ളത്തിൽപ്പെട്ട് തകർന്നു. ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 സൈനികരാണ് വെള്ളത്തിൽ അകപ്പെട്ടത്. ഇതിൽ 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും 5 സൈനികരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഹവിൽദാർ ഉപേന്ദർ, സൈനികരായ കുന്ദൻ, വിനോദ്, ആദിത്യ, സബുദ്ധ എന്നിവരെയാണ് കാണാതായിരിക്കുന്നത്. ഇവരെ കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തന സംഘം
വിഭാഗം സ്ഥലത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പെയ്യുന്ന ഈ അതിശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും ഒന്നും തന്നെ ഇനി വരാൻ പോകുന്ന എൽ നിനോ പ്രതിഭാസം അത് അതിനേക്കാൾ ഭീകരമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. കേന്ദ്രം ഇതിൻ്റെ ഭാഗമായിട്ട് പല മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറ്റുള്ള വകുപ്പ് മന്ത്രിമാരെയൊക്കെ തന്നെ വിളിച്ചു ചേർത്ത് പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കണം എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 2026 അവസാനത്തോടെയും 2027 തുടക്കത്തിലുമായിരിക്കും എൽ നിനോ പ്രതിഭാസത്തിൻ്റെ ഈ ഒരു ആഘാതം അത് നേരിട്ട് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കാനായിട്ട് പോകുന്നത്.